ഇപ്പോൾ പാതിവില തട്ടിപ്പിൽ പോലീസിന് മുന്നിൽ വീണ്ടും വീണ്ടും പരാതി എത്തുന്നു എന്നുള്ളതാണ്. പരാതി പ്രവാഹമാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം ലഭിച്ച പരാതികളുടെ എണ്ണം 2800 കടന്നു. വയനാട്ടിൽ മാത്രം 20 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായ വടക്കൻ പറവൂരിൽ ആളുകൾ കോടതി പരിസരത്ത് ഒത്തുചേരുകയും ചെയ്തു. 500-ലധികം പേരാണ് പറവൂരിൽ മാത്രം പറ്റിക്കപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരും. ആദ്യം സജോ ദേവസ്യയിലേക്ക് പോവുകയാണ്. സജോ, 2800 ചെറിയ കണക്കല്ല. കൂടുതൽ പരാതികൾ ഇങ്ങനെ എത്തുമ്പോൾ എങ്ങനെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിധ, ഇക്കാര്യത്തിൽ ഈ കേസുകളെല്ലാം ഇപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകമായി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ ഒരു സ്വഭാവം പരിഗണിച്ച് ഏകീകൃത സ്വഭാവത്തിലാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ച് ഇതുവരെ എത്തിയ പരാതികൾ, അല്ലെങ്കിൽ ഈ പണം നഷ്ടമായവർ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായവരുടെ ഒരു ബാഹുല്യം എന്നത് അങ്ങേയറ്റം അമ്പരപ്പിക്കുന്നതാണ്. ഇതുവരെ 2800ഓളം പരാതികൾ വന്നു. ഇതെല്ലാം പ്രത്യേകം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക എന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ചെയ്യുന്നത് 300 പേരുടെ അല്ലെങ്കിൽ 400 പേരുടെയൊക്കെ പരാതികളിൽ ഒരു എഫ്ഐആർ എന്ന നിലയ്ക്ക് ഈ പരാതികളെ ഒരു യൂണിറ്റായി പരിഗണിച്ച് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പോലീസ് അവലംബിക്കുന്നത്. 12ഓളം സ്റ്റേഷനുകളിൽ ഇങ്ങനെ കൂട്ടമായുള്ള പരാതികളിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. കണ്ണൂർ മയ്യിൽ സ്റ്റേഷനിലാണ് ഏറ്റവും അധികം പരാതികൾ എത്തിയത്. 644 പേരാണ് മയ്യിലിൽ മാത്രം പരാതി നൽകിയത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ 487 പരാതികൾ. ഈ 487 പരാതികളിലുമായി ഒറ്റ എഫ്ഐആറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീകണ്ഠാപുരത്ത് 220, സമാനമായ രീതിയിൽ വളപട്ടണത്തും 300-ലധികം പരാതികളുണ്ട്. അങ്ങനെ ഇതിന്മേൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ണൂർ സിറ്റി പരിധിയിൽ, പോലീസ് ജില്ലാ പരിധിയിൽ ഒരു പ്രത്യേക വിങ്ങിനെ അന്വേഷണത്തിന് നിയോഗിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം റൂറൽ പരിധിയിലും സമാനമായ കേസുകളുണ്ട്. അതിനൊരു ഏകീകൃത സ്വഭാവത്തിൽ, സംസ്ഥാനത്താകെ ഇതിലൊരു ഏകീകൃത സ്വഭാവം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതിലേക്ക് വ്യക്തതയോടുകൂടി ഇതുവരെ പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സീഡ് സൊസൈറ്റികൾ, 6 സീഡ് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചാണ് കണ്ണൂരിൽ വ്യാപകമായി ആളുകളെ ആകർഷിച്ചത്. അതായത് സാമൂഹിക അംഗീകാരമുള്ളവർ, ജനപ്രതിനിധികളെയൊക്കെ ഇവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അവരും അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ ഇതിൻ്റെ ഭാഗമായവരായിരിക്കാം. അതുകൊണ്ട് തന്നെ വ്യാപകമായ ആളുകളിലേക്ക് എത്താനും അവരെ ആകർഷിക്കാനും ഒക്കെ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ ഈ ഇരുചക്ര വാഹനങ്ങളുടെ ഒരു മേള, അതായത് ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയവർക്ക് വ്യാപകമായി ഈ ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീനുകൾ, ഒപ്പം ഇരുചക്ര വാഹനങ്ങൾ, ലാപ്ടോപ്പുകളൊക്കെ നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഗ്രൗണ്ടിൽ വിവിധ സംഘടനകൾ, ഗ്രൂപ്പുകൾ അവരെയൊക്കെ ഈ സീഡ് സൊസൈറ്റികളുടെ ഭാഗമാക്കി വ്യാപകമായി പ്രചാരണം സംഘടിപ്പിച്ചാണ് ഇത്രയധികം തുക ആളുകളിൽ നിന്ന് സമാഹരിച്ചെടുത്തത്. 17 കോടിയോളം രൂപ ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇതുവരെയുള്ള പരാതികൾ മാത്രം പരിശോധിച്ചാൽ സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഇത് കുറെ കൂടി വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ ഇതിലും കൂടുതൽ തുക ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. വനിതകൾ വ്യാപകമായി ലോൺ എടുത്ത് വരെ പണം നൽകിയ ആളുകളുണ്ട്. 60,000 രൂപ വീതമാണ് മിക്കവാറും ആളുകൾ നൽകിയിട്ടുമുള്ളത്. അതിൽ 6 മാസം മുതൽ 8 മാസം വരെ ഈ തുക കൈമാറിയിട്ടും ഇത് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ ഭീഷണി അടക്കം ഇവർ നേരിടുകയും പിന്നീട് ഒരു വിവാദമാവുകയും എറണാകുളത്തെ പരാതികളിൽ മേലടക്കം അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തതോടുകൂടിയാണ് പരാതികൾ വന്നത്. ആദ്യഘട്ടത്തിൽ സീഡ് സൊസൈറ്റികളും ഇതിനിടനിൽ നിന്ന ആളുകളും ഒക്കെ, പ്രൊമോട്ടർമാരും മറ്റുമൊക്കെ റീഫണ്ടിന് സാധ്യതയുണ്ട്, പരാതി വേണ്ട എന്നൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് കുറേ കൂടിയും പരാതികൾ വൈകിയത്. ഇനിയിപ്പോൾ ഒരു ഏകീകൃത സ്വഭാവത്തിൽ ഇവയെല്ലാം അന്വേഷിക്കുക, തുടർന്ന് ഈ കേസുകളുടെയൊക്കെ പലയിടങ്ങളിലും, അതായത് ഇനിയും ലഭ്യമായ വിവിധ പരാതികൾ പഴയ എഫ്ഐആറുകളോട് ചേർക്കണോ, അതല്ല അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരണോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം അത്രയും വൈപുല്യം ഈ പരാതികൾക്കുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ നമ്പർ ഇപ്പോഴും അമ്പരപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റൂറൽ പോലീസും പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം വേണമെങ്കിൽ നിയോഗിക്കുമെന്നാണ്.